എൻ്റെ പേര് ബിൻസി. ഞാൻ 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള രജിസ്റ്റേർഡ് നേഴ്സാണ്. ഇന്ന് ഞങ്ങളുടെ സമരം 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ 19 ദിവസമായി ധനലക്ഷ്മി ഹോസ്പിറ്റലിന് മുമ്പിൽ ഇങ്ങനെ സമരത്തിലിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ 6 ഹോസ്പിറ്റലുകളിലാണ് നമുക്ക് സമരം നടക്കുന്നത്. ഈ 19 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് 10 ചർച്ചയോളം നടന്നു. പക്ഷെ ഒന്നിലും ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഇത് കിട്ടിയിട്ടില്ല. 2017 മിനിമം വേജസ് നിയമത്തിലുള്ള സാലറിയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഉയർന്നൊരു സാലറിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്നത്. അതിനുശേഷം ഗവൺമെന്റിന്റെ നിയമങ്ങൾ വന്നെങ്കിലും കോടതി അംഗീകരിച്ചെങ്കിലും നമുക്ക് ഇതുവരെ ഒരു ഉയർന്ന സാലറി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ആകെ മാലാകപ്പെട്ടം മാത്രം തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ജീവിത നിലവാരം, ഇത്രയും എല്ലാ സാധനങ്ങൾക്കും ഇത്രയും വില കൂടി ഈ സമയത്ത് നമുക്ക് ജീവിക്കാൻ വളരെയധികം ഞങ്ങൾ കഷ്ടപ്പെടുന്നു. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പം കിട്ടുന്ന മിനിമം ഈ സാലറി കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ മഴയും വെയിലും കൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാനിടയായത്. ഈ 9 ചർച്ചകളും ഞങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് അനുകൂലമായ ഒരു ഇതുണ്ടായിട്ടില്ല. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് 10ാമത്തെ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിലെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഇത് കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾക്ക് ഒരു മാലാകപ്പട്ടം മാത്രം തന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കണ്ണുകളിൽ നമ്മൾ വെള്ള യൂണിഫോം ഇട്ട് ഒരു സൂചിയും സുറിഞ്ചും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വെയിലും വെള്ളം കഷ്ടപ്പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ജോലിയാണെങ്കിലും ഞങ്ങളുടെ ജോലിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ ആരോഗ്യവും ആയുധവും എല്ലാം കഴിഞ്ഞ് ഒരു നേരം ഭക്ഷണം പോലും ചെറുപ്പം കഴിക്കാതെയാണ് ഞങ്ങളുടെ ജോലി സമയത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്. ഞങ്ങളുടെ ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഞങ്ങൾ ഒരു ജോലിക്ക് വരുന്നത്. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ബാക്കിയുള്ള സാഹചര്യങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ പണി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് സ്വന്തം അപ്പന്റെയും അമ്മയുടെയും മക്കളുടെയും പോലും മൂത്രവും ഇതെല്ലാം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന കാലത്ത് ഞങ്ങൾ ഒരു മടിയും ഒരു വെറുപ്പും കൂടാണ്ട് ആരാന്നോ ഏതാന്നോ ഒരു പരിചയമില്ലാത്ത എത്രയോ ആൾക്കാർ ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഒരറപ്പും വെറുപ്പും കാണിക്കാതെ മൂത്രം നിറച്ച് മലവും കോരി അവരുടെ ഒരുപാട് മുറിവുകളിൽ നിന്നും കുഴികരിക്കുന്ന മുറിവുകളിൽ നിന്ന് പോലും നമ്മൾ ഒരു വെറുപ്പും കാണിക്കാണ്ടാണ് ചെയ്യുന്നത്. അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു മിനിമം സാലറി ദിവസം 1000 രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാണ്? ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പുറത്തിറങ്ങി പണിയെടുക്കുന്നവർക്ക് ഒരു ദിവസം മിനിമം 1000 രൂപയെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. 2017 നമുക്ക് കോടതി വിധി വന്ന സാലറിയാണ് ചോദിക്കുന്നത്. അതുപോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് അകത്ത് നിൽക്കുക? ഞങ്ങൾ എങ്ങനെയാണ് നിൽക്കുക? നിങ്ങൾ ജനങ്ങളാണ് ഞങ്ങളോട് മറുപടി പറയേണ്ടത്. മാനേജ്മെന്റാണ് ഞങ്ങളോട് നീതി കാണിക്കേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല സാലറി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മുൻപ് വരുമ്പോൾ ഞങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ അത്രയും സൗഹാർദ്ദപൂർവ്വമാണ് ഓരോ രോഗികളോടും പെരുമാറുന്നത്. ഈ സമരത്തിന് ഇരിക്കുന്നവർ ഗർഭിണികളുണ്ട്, കുഞ്ഞു കുട്ടികളുള്ളവരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്. എല്ലാവരും ഞങ്ങളുടെ നീതിക്ക് വേണ്ടി പോരാടുകയാണ്. ഇന്നത്തെ ചർച്ചയിലെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഇത് വരുമോ എന്ന് വിചാരിക്കുന്നു. അഥവാ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് ഒരു സാലറി, ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാലറി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ ഇതിനെ അറിയിക്കുന്നത്.